വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. കഴിഞ്ഞ ഒരു മാസത്തോളമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ അടച്ചിട്ടിരുന്ന എം.എൽ.എ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യ ദിനം തന്നെ സഭയിലെത്തിയത് കൗതുകമായി. പാലക്കാട്ട് എത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ലൈംഗികാരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാവിലെ സഭ സമ്മേളിച്ച 20 മിനിറ്റിലാണ് രാഹുൽ അപ്രതീക്ഷിതമായി സ്വകാര്യ കാറിൽ സുഹൃത്തിനൊപ്പം നിയമസഭയിലെത്തിയത്. സഭയിൽ പ്രതിപക്ഷ നിരയ്ക്കും ഭരണപ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക സീറ്റിലാണ് രാഹുൽ ഇരുന്നത്. അല്പനേരം ഇരുന്ന ശേഷം എം.എൽ.എ ഹോസ്റ്റലിലേക്ക് രാഹുൽ മടങ്ങിപ്പോയി. ഇതിനിടെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സഭയിൽ വെച്ച രാഹുലിന് ഒരു കുറിപ്പ് നിയമസഭാ ഉദ്യോഗസ്ഥൻ വഴി കൊടുത്തയച്ചു. അദ്ദേഹം അതിനു മറുപടി നൽകിയ ശേഷമാണ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആദ്യ ദിനമായ തിങ്കളാഴ്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ളവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച ശേഷം 1.5 മണിക്കൂറിനുള്ളിൽ സഭ പിരിയുകയായിരുന്നു. അതേസമയം നാളെ സമ്മേളിച്ചാൽ രാഹുൽ വീണ്ടും എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഭരണപക്ഷം രാഹുൽ വിഷയത്തിൽ പ്രതിഷേധിക്കില്ലെന്ന ഉറപ്പായതിനാലാണ് രാഹുൽ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ചൊവ്വാഴ്ച വീണ്ടും എത്തിയാൽ അത് ഭരണപക്ഷത്തിന് ഗുണകരവും പ്രതിപക്ഷത്തിന് ദോഷകരവുമാവും. എല്ലാ വിഷയവും രാഹുലിനും കോൺഗ്രസിനുമെതിരെ തിരിക്കാൻ കാരണമാവും. കസ്റ്റഡി മർദ്ദനമടക്കമുള്ള വിഷയങ്ങളൊന്നും ചർച്ചയിൽ നിന്ന് മാറ്റാനും സർക്കാരിനും ഭരണപക്ഷത്തിനും ഇതോടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. UTV ന്യൂസ്, പാലക്കാട്.